നമസ്കാരം. മൂന്നാമത്തെ ലൈംഗിക പീഡന പരാതിയിൽ ജാമ്യം കിട്ടിയ പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതി ഉത്തരവിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ന് വൈകുന്നേരത്തിനു മുൻപായി ജയിൽ മോചിതനാകും. നിലവിൽ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിൽ കഴിയുകയാണ്. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ജനുവരി 11 പാലക്കാട്ടെ ഹോട്ടലിൽ നിന്ന് നാടകീയമായാണ് പോലീസ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 18 ദിവസമായി രാഹുൽ ജയിലിലായിരുന്നു. പ്രതിയും പരാതിക്കാരിയും തമ്മിലുണ്ടായിരുന്നത് ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നുവെന്ന വാദം പ്രതിഭാഗം കോടതിയിൽ ഉന്നയിച്ചു. രാഹുലിനെതിരെയുള്ള കേസുകൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഇതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നും പ്രതിഭാഗം വാദിച്ചു. കേസിൽ ഇതുവരെ പരാതിക്കാരി നേരിട്ട് പോലീസിന് മൊഴി നൽകിയിട്ടില്ലെന്നും രഹസ്യമൊഴിയോ വൈദ്യപരിശോധനയോ ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയായിട്ടില്ലെന്നുമാണ് പ്രതിഭാഗം ചൂണ്ടിക്കാട്ടിയത്. പരാതിക്കാരി വിദേശത്തായതിനാൽ കേരളത്തിലേക്ക് എത്തുവാൻ പറ്റാത്ത സാഹചര്യമാണെന്നും എംബസി വഴി പ്രത്യേക സംവിധാനം ഉപയോഗിച്ച് മൊഴി രേഖപ്പെടുത്തുവാൻ നീക്കം നടത്തുന്നുണ്ട് എന്നുമാണ് പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചത്. അന്വേഷണത്തോടും അറസ്റ്റിനോടും രാഹുൽ സഹകരിച്ചില്ലെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ വാദം. കേസിന്റെ വിശദാംശങ്ങളും മുൻകോടതി നിരീക്ഷണങ്ങളും പരിശോധിച്ച ശേഷമാണ് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. പരാതിക്കാരെയോ അതിജീവിതകളെയോ സ്വാധീനിക്കുവാനോ ഭീഷണിപ്പെടുത്തുവാനോ പാടില്ല എന്നതടക്കമുള്ള ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിട്ടുള്ളതെന്നാണ് വിവരം. പീഡന കേസുകളിൽ സാധാരണ ജില്ലാ കോടതികളാണ് ജാമ്യം അനുവദിക്കാറുള്ളത്. എന്നാൽ കീഴ്ക്കോടതി ജാമ്യം നിഷേധിച്ചതിനെ തുടർന്നാണ് രാഹുൽ ജില്ലാ കോടതിയെ സമീപിച്ചത്. നേരത്തെ സമാനമായ 2 പരാതികളിൽ രാഹുൽ ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നേടി അറസ്റ്റ് ഒഴിവാക്കിയിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട പോലീസ് നടപടികൾ അസ്വാഭാവികവും അസാധാരണവുമാണെന്നും നിയമപരമായ ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നതുമായിരുന്നു. ബലാത്സംഗത്തിനിരയായെന്ന് പറയപ്പെടുന്ന യുവതി സാധാരണ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാതെ നേരിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ് പരാതി നൽകിയത്. ശ്രദ്ധേയമായ കാര്യം, മുൻപ് നൽകിയ ആദ്യ പരാതിയും സമാനമായ രീതിയിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ട് തന്നെയാണ് നൽകിയത്. ഈ 3ാം പരാതിയും അതേ വഴി തന്നെ. ഈ പരാതികളിൽ മറ്റൊരു സാമ്യം കൂടി ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. ആദ്യ പരാതിയിലും 3ാമത്തെ പരാതിയിലും ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാണ് പ്രധാനമായും ഉന്നയിച്ചത്. 3ാമത്തെ പരാതിക്കാരി രാഹുൽ നിർബന്ധിച്ച് അബോർഷൻ ചെയ്യിപ്പിച്ചുവെന്നും അതിന് തെളിവായി ഭ്രൂണം തന്റെ പക്കലുണ്ട് എന്നുമാണ് അവകാശപ്പെട്ടത്. എന്നാൽ ആദ്യ പരാതിയിൽ ഇത്തരം ഭൗതികമായ തെളിവുകളൊന്നും ഹാജരാക്കപ്പെട്ടിട്ടില്ല എന്ന വാദം ഉയർന്നു. ഇതോടൊപ്പം ക്രൂരമായ ബലാത്സംഗം, ഭീഷണി, മാനസിക പീഡനം തുടങ്ങിയ ആരോപണങ്ങൾ ആദ്യവും 3ാമത്തേതുമായ പരാതികളിൽ ഒരേ രീതിയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. ഈ സാമ്യങ്ങൾ യാദൃശ്ചികമാണോ എന്ന സംശയം സ്വാഭാവികമാണ്. ഇവിടെ ഉയർന്ന പ്രധാന ചോദ്യം ഇതാണ്: ആദ്യ കേസിൽ കോടതി നോട്ട് അറസ്റ്റ് നിർദ്ദേശം നൽകിയിരിക്കെ, അന്വേഷണത്തിൽ പൂർണ്ണമായും സഹകരിക്കാമെന്ന് രാഹുൽ കോടതി അറിയിച്ചിരിക്കെ, നാട് വിട്ടുപോകുവാൻ പോലും കഴിയാത്ത ഒരാളെ എങ്ങനെ പെട്ടെന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തു? ഡിജിറ്റൽ മാർഗത്തിലൂടെ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉടൻ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് രാഹുലിനെ പിടികൂടി റിമാൻഡ് ചെയ്ത നടപടി നിയമവിരുദ്ധമാണെന്ന വാദം തുടക്കം മുതൽ തന്നെ ശക്തമായിരുന്നു. പോലീസ് നടപടികൾ കൃത്യമായി പാലിക്കാതെ എങ്ങനെയെങ്കിലും രാഹുലിനെ അകത്തിടണമെന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചുവെന്ന ഗുരുതര ആരോപണമാണ് പിന്നെ ഉയർന്നു വന്നത്. ഈ വിഷയങ്ങൾ എല്ലാം ഭാവിയിൽ രാഹുലിന് തന്നെ എതിരെ നടപടിയെടുത്തവർക്കെതിരായി നിയമായുധങ്ങളായി മാറുവാൻ സാധ്യതയുള്ളതെന്നാണ് വിലയിരുത്തലുകൾ. ജയിലിൽ രാഹുലിനെ 18 ദിവസം തടഞ്ഞു വയ്ക്കുകയും അത് രാഷ്ട്രീയമായി ആഘോഷിക്കുകയും ചെയ്യാനുള്ള അജണ്ടയാണ് ഇതിന് പിന്നിലെന്നാണ് രാഹുലിനെ പിന്തുണയ്ക്കുന്നവരും അഭിഭാഷകരും വ്യക്തമാക്കുന്നത്. അതിനാൽ തന്നെ ജയിലിൽ ചെലവഴിച്ച ഓരോ നിമിഷവും രാഹുൽ തിരിച്ചു വരവുള്ള കണക്കുകൂട്ടലുകൾക്കായി ഉപയോഗിക്കുകയായിരുന്നു. ജയിലിൽ ഇദ്ദേഹം ഉറക്കമില്ലാതെയും ആത്മസംയമനത്തോടെയും പെരുമാറുന്നതാണ് സഹതടവുകാരെ പോലും അമ്പരപ്പിച്ചത്. മണിക്കൂറുകളോളം ഒരേ സ്ഥലത്തിരുന്ന കണക്കുകൂട്ടലുകളിൽ മുഴുകിയിരുന്ന രാഹുൽ തന്നെ കുടുക്കിയവർക്കെതിരെയുള്ള നിയമപരവും രാഷ്ട്രീയപരവുമായ നീക്കങ്ങൾ ആസൂത്രണം ചെയ്യുകയായിരുന്നു. രാഹുലിനെ സംബന്ധിച്ച് ഈ കേസുകളിൽ നിന്ന് മോചനം നേടുക എന്നത് ജീവൻ മരണ പോരാട്ടമാണ്. വളരെ ചെറുപ്പത്തിൽ സജീവ രാഷ്ട്രീയത്തിലേക്ക് കടന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി പിന്നീട് പാലക്കാട് എംഎൽഎ ഉയർന്ന വ്യക്തിയാണ് അദ്ദേഹം. അതിവേഗ വളർച്ചയും വലിയ രാഷ്ട്രീയ സാധ്യതയും ഒക്കെ ഉണ്ടായിരുന്ന ഒരാൾ. പെണ്ണ് കേസുകളുടെ പേരിൽ ജയിലിൽ കിടക്കേണ്ടി വരുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. ഈ ഘട്ടത്തിൽ സ്വന്തം പാർട്ടി പോലും കൈവിട്ടുന്ന ആരോപണവും ഒപ്പം നിന്നവർ പിന്നിൽ നിന്ന് കുത്തിയെന്ന വേദനയും രാഹുലിനെ അലട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു തിരിച്ചുവരവ് എന്നത് രാഹുലിന് രാഷ്ട്രീയമായി മാത്രമല്ല വ്യക്തിപരമായും അത്യാവശ്യമാണ്. ജയിലിലിരുന്ന് തന്നെ ഇതിനായി പ്ലാനിങ്ങുകളൊക്കെ അദ്ദേഹം കണക്കുകൂട്ടിയിട്ടുണ്ടാകാം. പുറത്തിറങ്ങിയ ശേഷം എന്തെല്ലാം ചെയ്യണമെന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ രൂപരേഖ രാഹുലിനുണ്ട്. തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിലേക്ക് തിരിച്ചെത്താനാകുമോ? ഈ കേസുകളിൽ നിന്ന് രക്ഷപ്പെടാനാകുമോ? രാഷ്ട്രീയ ഭാവി എങ്ങനെ പുനർനിർമ്മിക്കണം? ശത്രുക്കൾ നിറഞ്ഞ സാഹചര്യത്തിൽ എങ്ങനെ മുന്നേറണം? അങ്ങനെ പല ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ കണ്ടെത്തുവാനുള്ള ശ്രമത്തിലായിരുന്നു രാഹുൽ. 3ാമത്തെ പീഡന കേസിൽ ജാമ്യം ലഭിച്ചതോടെ രാഹുൽ സ്വതന്ത്രനായി മത്സരിക്കുമോ എന്ന ചോദ്യം വീണ്ടും ഉയരുന്നുണ്ട്. അതേസമയം മത്സരിച്ചില്ലെങ്കിലും പ്രചാരണത്തിൽ രാഹുൽ നിറഞ്ഞു നിൽക്കും. പക്ഷേ ജാമ്യത്തിലിറങ്ങിയാലും 2 വർഷത്തിനു മേലെ ശിക്ഷ ലഭിച്ചാൽ അംഗത്വം നഷ്ടപ്പെടും. രാഹുൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന സൂചനകൾ നേരത്തെ നൽകിയതാണ്. ഇതിനിടെയാണ് അറസ്റ്റിലായതും. 3 മുന്നണികൾക്കും പാലക്കാട് സ്ഥാനാർത്ഥി നിർണയം കടുകട്ടിയാണ്.
രാഹുലിന്റെ ഇഫക്റ്റ് മറികടക്കുന്നയാളിനെ കോൺഗ്രസിന് വേണം. LDFനും BJPക്കും പീഡന കേസ് പ്രയോജനപ്പെടുത്തുവാൻ പറ്റിയവരും വേണം. 3 മുന്നണികളുടെയും അന്തിമ പട്ടികയിൽ 2 വീതം പേരുകൾ മാത്രമെന്നാണ് വിവരം.